ചുക്കാപ്പി ഉണ്ടാക്കാം. ഒരു പാത്രം എടുക്കുക, അതിൽ നല്ലോണം വെള്ളം എടുത്ത് ഒരു പിടി കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുളസിയിലയാണിതാ, ഇതൊരു കൈ തുളസിയിലുണ്ട്. തുളസിയില ഞാൻ അങ്ങനെ ഇടുകയാണ്. അതുപോലെ തന്നെ ഇത് ആടലോടകം എന്ന് പറഞ്ഞ ചെടിയുടെ ഇലയാണ് കേട്ടോ. ആടലോടകത്തിൻ്റെ ഇലയാണ്, കാണാത്തവരുടെ കണ്ടോളൂ. ഇതാണ് ആടലോടകത്തിൻ്റെ ഇല. ഈ ഇല നമ്മളിടുന്നു. ഒരിലയല്ല കേട്ടോ, ഒരു 4-5 ഇലയുണ്ട്. അതുപോലെ തന്നെ ഇത് പനിക്കൂർക്കയല്ല, ചുമക്കൂർക്കയാണ്. പനിക്കൂർക്കയായാലും മതി, പനിക്കൂർക്കയാണ് നല്ലത്. എനിക്കതില്ല, അതുകൊണ്ട്. ഇത് മുക്കുറ്റിയാണ്. ഇത് സമൂലം, അതായത് വേരടക്കമുള്ളത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇടുന്നതാണ്. അതുപോലെ തന്നെ ഇത് പൂവാങ്കുറുന്നല, ദശപുഷ്പങ്ങളിൽ പെടുന്ന പൂവാങ്കുറുന്നലയാണിത്. ഈ പൂവാങ്കുറുന്നല അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുന്നു. ഒക്കെ സമൂലമാണ് ഇടുന്നത് കേട്ടോ. ഇത് നമ്മുടെ കീഴാർനെല്ലി, മഞ്ഞപ്പിത്തത്തിനൊക്കെ ഏറ്റവും നല്ല മരുന്നാണ് കീഴാർനെല്ലി, അതിടുന്നു. അതുപോലെ തന്നെ മറ്റൊരു ദശപുഷ്പമാണ് മുയൽച്ചെവിയൻ. ഈ മുയൽച്ചെവിയൻ എന്ന് പറഞ്ഞ ചെടി അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നു. പിന്നെ നമ്മളിടുന്നത് കുറച്ച് ഇഞ്ചി. നമ്മൾ ഇഞ്ചി ഇട്ടിട്ട് 2-3 ശർക്കരയും കൂടി ഇട്ട് തിളപ്പിച്ച് വറ്റിക്കണം. പകുതിയാക്കിയിട്ട് എടുത്ത് കുടിക്കാം.